ഇപ്പം മഴയൊക്കെ അല്ലേ, അത് കാരണം ചക്കയുടെ മധുരമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല വിളഞ്ഞ ചക്ക കണ്ടപ്പോൾ ഞാൻ ഒത്തൊന്ന് പൊരിച്ചാലോ എന്ന്. അങ്ങനെ 2 ചക്ക പറിച്ചെത്തിന്ന് ഒരെണ്ണം പൊരിക്കാൻ പരുവത്തിന് കിട്ടി, ഒരെണ്ണം പഴുത്തതാണ്. അപ്പോൾ ആ പൊരിക്കാൻ പരുവത്തിനുള്ള വിളഞ്ഞ ചക്കയില്ലേ, കണ്ടില്ലേ, ഈ ചക്ക ഞാൻ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് കുരുവൊക്കെ മാറ്റിയിട്ട് അതിനെ നീളത്തിൽ അരിഞ്ഞ് പൊരിക്കാൻ പാകത്തിനെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നീളത്തിലൊക്കെ അരിഞ്ഞ് ചക്ക പൊരിക്കാൻ. പക്ഷെ ചുള കുറവായിരുന്നു കേട്ടോ ഈ ചക്കയ്ക്കകത്ത്, അതിനകത്ത് ഇത് കുറവായിരുന്നു. ഉള്ളതാട്ടെ നോർത്ത് പൊരിക്കാന്നോർത്ത്, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ചക്ക പൊരിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നല്ല വെളിച്ചെണ്ണ വേണം എപ്പോഴും ചക്ക പൊരിക്കാൻ, എന്നെങ്കിലേ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഓയിലൊരിക്കലും ചക്ക പൊരിച്ച് ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ള ചക്ക അരിഞ്ഞത് അങ്ങോട്ടിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, കണ്ടില്ലേ ഈ പാകമൊക്കെ ആയപ്പോഴത്തേക്കും, അപ്പോൾ അതൊക്കെ മാറി, കണ്ടില്ലേ നല്ല ഒന്ന് ഇതായി വന്നപ്പം ആ കലക്കി വെച്ച മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, പതഞ്ഞ് വരുന്ന ആ പതയൊക്കെ ഒന്ന് തണുക്കുമ്പോഴത്തേക്കും ഒന്ന് പോകുമ്പോഴത്തേക്കും ആ ചക്ക കോരിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വൃത്തിയാക്കാനും അരിയാനും ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ശരിക്കും വറുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ പടപടേന്ന് കൊണ്ടുപോയിക്കോളും, വീട്ടിൽ സ്പീഡിൽ തീർന്നോളും. നല്ല വിളഞ്ഞ ചക്കയും കിട്ടണം, അതൊന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കിലുകിലാ സൗണ്ട് കിട്ടും. ആ പരുവാകുമ്പം വേണം നമുക്ക് എടുക്കാൻ. അടുത്ത ട്രിപ്പ് ഞാൻ വറുത്ത് കോരി, ഒരു 3 ട്രിപ്പ് വറക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു ചക്ക ചുള കുറവായിരുന്നു അതിനകത്ത്. കണ്ടില്ലേ, ചക്ക വറുത്ത് ആവപ്പാട് ഇത്രേ കിട്ടിയുള്ളൂ. നല്ല മുരുമുരാന്നുള്ള നല്ല ക്രിസ്പി ചക്ക വറുത്തതായിരുന്നേ. വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത്. ഇനി ബാക്കി വന്ന ചക്കക്കുരു എല്ലാം ഞാൻ കഴുകി ഇനി ഒരു പേപ്പറിലോട്ട് വിരിച്ചിടുമ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് ചുരണ്ടി ഫ്രിഡ്ജിൽ വെക്കുകയോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, കൊഞ്ച് കറിയുടെ കൂടെ ഇടാം, മാങ്ങാക്കറിയുടെ കൂടെ ഇടാം. പിന്നെ ഒരു പഴുത്ത ചക്ക ഇരുന്നതിന് ഞാൻ ഈ ഏത്തയ്ക്കാപ്പം പൊരിക്കത്തില്ലേ, നമ്മൾ മൈദാപ്പൊടിയും മുട്ടയും ഏലയ്ക്ക പഞ്ചസാരയൊക്കെ ഇട്ട് കുഴച്ച ആ പൊടിയിലോട്ട് ഈ പഴുത്ത വരിക്കച്ചക്കയായിരുന്നേ, പഴുത്ത ചക്ക അങ്ങോട്ടിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കണം. നല്ല ടേസ്റ്റ്, ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വലിഞ്ഞ് വരും നമ്മൾ കഴിക്കുമ്പം. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൈ പഴുത്ത ചക്ക കിട്ടുമ്പോഴേ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് ഓവനിൽ വെച്ചും ചൂടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ്, തണുപ്പോടെ കഴിക്കാനും നല്ലതാണ്. എനിക്ക് തോന്നിയത് ആലപ്പുഴക്കാർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും അല്ലേ. ആലപ്പുഴ മുല്ലയ്ക്കൽ ഇതുപോലെ കുഴച്ചക്ക കുരുവോടുകൂടി ഇങ്ങനെ ഏത്തയ്ക്കാപ്പം പോലെ ഈ പൊടിയിൽ ഇങ്ങനെ കുഴച്ചിട്ട് വിൽക്കാൻ വെക്കും. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഇപ്പം വരിക്കച്ചക്കയിലുണ്ടാക്കും. ഇപ്പം വീട്ടിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചക്ക കിട്ടുമ്പം കൂഴച്ചക്കയിൽ നമ്മൾ കുരു ഉൾപ്പെടെ ഇങ്ങനെ പൊരിച്ചെടുക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വരിക്കച്ചക്ക പൊളന്ന് കുരു മാറ്റി ഇങ്ങനെ അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, വരിക്കച്ചക്കയാണ്, പക്ഷേ അത് കൂഴച്ചക്ക പോലെ നല്ല വലിഞ്ഞ ടേസ്റ്റി യമ്മി ചക്കയപ്പം. താങ്ക് യു.